ഏറ്റവും പുതിയ പുസ്തകമായ ഓരോന്നായി വിരിയുന്ന ധ്യാനമിഴി എന്ന ഈ കവിതാ പുസ്തകത്തിലെ ഒരു കവിത ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. 2025 തുടക്കത്തിൽ എഴുതിയ മറ്റൊരു കവിതയാണ് 1002ാമത്തെ പകൽ. നമുക്കെല്ലാവർക്കും അറിയാം 1001 രാവുകളെക്കുറിച്ച്. 1001 രാവുകൾ ഷെഹസാദ് എന്ന പെൺകുട്ടിയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. എങ്ങനെയാണ് ഷെഹസാദ് എന്ന പെൺകുട്ടി 1001 രാവുകളിലേക്ക് തൻ്റെ ജീവിതത്തെ നീട്ടി കൊണ്ടുപോയത്? കഥകൾ കൊണ്ടാണ്, അല്ലേ? കഥ പറഞ്ഞ് ഓരോ രാവും അവൾ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചു. കൊല്ലുവാൻ വേണ്ടി വാളോങ്ങി നിൽക്കുന്ന ക്രൗര്യത്തെ കഥ പറഞ്ഞ് കരുണയെന്ന് അവൾ മൊഴിമാറ്റം ചെയ്തു. അപ്പോൾ ക്രൗര്യത്തെ കരുണയെന്ന് മാറ്റിയെടുത്ത ഷെഹസാദ് എന്ന പെൺകുട്ടി ഞാൻ വളരെ കാലം ആലോചിക്കാറുണ്ട്. 1001 രാവുകളുടെ കഥ പറച്ചിലുകൾക്ക് ശേഷം 1002ാമത്തെ പകൽ അവൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എനിക്കതിന് കിട്ടിയ ഉത്തരം 1002ാമത്തെ പകൽ അവൾ ഒരു സമാധിയിലെന്നോണം, ഒരു ധ്യാനത്തിലെന്നോണം ഉറങ്ങിക്കാണും. ഏറ്റവും സമാധാനമുള്ള ഒരു പകൽ അവൾ അന്നായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. കാരണം നാളെ ഇനിയൊരു കഥ പറഞ്ഞില്ലെങ്കിലും ഞാൻ മരിക്കില്ല എന്ന അനശ്വരതയുടെ ഒരു സംഗീതം അന്ന് അവൾ കേട്ടുകാണും. അതുകൊണ്ട് 1002ാമത്തെ പകൽ ഷെഹസാദ് ഏറ്റവും ശാന്തമായി, ഏറ്റവും സമാധാനമായി ഉറങ്ങിക്കാണും. അല്ലെങ്കിൽ എല്ലാ ദിവസവും പകൽ നാളെ രാത്രി പറയേണ്ട കഥകൾക്ക് വേണ്ടി അവൾ ഉരുക്കഴിക്കുകയാണ് മനസ്സിനെ. കഥ പറഞ്ഞ് പകലിലാക്കണം രാത്രിയെ. എന്നാൽ ക്രൗര്യം അപ്പോഴേക്കും കരുണയായി, ജീവിത പങ്കാളിയായി, അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, അവളുടെ ആത്മാവിൻ്റെ തോഴനായി. അങ്ങനെ ആ ജീവിതം വറ്റി എന്ന് തോന്നിയ ഒരു നദി ഉറന്ന് ഒരു വലിയ സമുദ്രമായി പടർന്നു പെരുകുമ്പോൾ അവളെന്ന ആ ഭൂമി നനഞ്ഞ് ഏറ്റവും സമാധാനത്തോടെ, ഏറ്റവും തണുപ്പോടെ ആ പകൽ ഉറങ്ങിക്കാണും. ഇന്ന് രാത്രി കഥ പറയാൻ ആലോചിക്കേണ്ടതില്ല. ഞാൻ അനശ്വരതയുടെ സംഗീതം കേൾക്കുന്നു. അതാണ് 1002ാമത്തെ പകൽ എന്ന ഈ കവിത. 1002ാമത്തെ പകൽ. പ്രിയപ്പെട്ട പെൺകുട്ടി, ആശ്വാസത്തിൻ്റെ പരമശാന്തതയോ കഥ പറഞ്ഞു തോർന്ന ശൂന്യതയോ എന്തായിരിക്കാം നീ അന്നത്തെ പകലിനോട് മിണ്ടാതെ മിണ്ടിയത്? അരമാത്ര നേരം ക്ഷമിക്കൂ മഹാപ്രഭോ, അരമാത്ര നേരം ക്ഷമിക്കൂ മഹാപ്രഭോ, അതിജീവനത്തിൻ്റെ കഥ കേൾക്കുക. ഉടവാളിലുതിരുന്ന ചോരക്കൊടും പക ഉറയട്ടെ നിബിഡമൊരു ശൈത്യ ഋതുവായി. ഷെഹസാദ് ഉണർന്നേ ഇരിപ്പു അഖണ്ഡമാം ഷട്കാല വ്യസനഭാരങ്ങളെ ജയിക്കുവാൻ. അരമാത്ര നേരം ക്ഷമിക്കൂ മഹാപ്രഭോ, അതിജീവനത്തിൻ്റെ കഥ കേൾക്കുക. ഏറ്റവും പേടിപ്പെടുത്തുന്ന രാവുകൾ നീന്തുന്നു നീറും കഥാകഥനങ്ങളായി. ശാന്തമാക്കുന്നതി മൂർച്ചയാം വാളിനെ 1001 രാവും നിർത്താതെ ആശ്വസിക്കുവാൻ തെല്ലും ശ്വസിക്കാതെ. ഹേ മനോരമ്യധീരയാം പെൺകൊടി, ഹേ മനോരമ്യധീരയാം പെൺകൊടി, ഹേമ നീ അതിജീവനഗാഥയായി. ക്രൂര ദണ്ഡനോപാസകശീലനെ ക്ഷീരസാഗര സാധു പ്രണയമായി സാവധാനം തിരുത്തിയെഴുതി നീ. സമഗാനം
കഥാസരിത് സാക്ഷിയായി. സാവധാനം തിരുത്തി എഴുതി നീ സാമഗാനം കഥാസരിത് സാക്ഷിയായി. ആണ്ടുകൾ പോകെ പോകെ കാണുന്നു ഹൃദയാർദ്രം, ആളുന്ന കനൽ ചീളു പതിയെ തണുക്കുന്നു. ആരെയും കൊല്ലാനില്ലെന്നൊഴിയുന്നുടവാളും, ആരെയും കൊല്ലാനില്ലെന്ന് ഒഴിയുന്നുടവാളും. ആരോടും പകയില്ലാതെ ആകാശമാവുന്നതും, ആത്മാവിനോടേറ്റവും അടുത്തായി മിണ്ടുന്നതും. ആർത്തികൾ ഒഴിഞ്ഞു നാം നടക്കാനിറങ്ങുന്നു. 1002-ാമത്തെ പകലത്തിരിക്കുന്നു. ആ ജന്മം ഒന്നിച്ചൊരേ വാക്കിനാൽ കൊരുത്തു നാം. കഥകളുടെ വേരും ശിഖരവും ശാഖിയും, കനിവിൻ്റെ ഭൂമിയും ആകാശരഥ്യയും. കഥകളുടെ വേരും ശിഖരവും ശാഖിയും, കനിവിൻ്റെ ഭൂമിയും ആകാശരഥ്യയും. പൂക്കട്ടെ വാക്കുവഴിയെങ്ങും പ്രതീക്ഷയുടെ പൂമണം പരക്കുന്ന കാറ്റിനെ പുണർന്നു നാം. ശാന്തരായി സമാധാനഹൃദ്യരായി നിറമൗനകാന്തിയായി നിലാവിൻ്റെ ധന്യരാവുക നമ്മൾ. ശാന്തരായി സമാധാനഹൃദ്യരായി നിറമൗനകാന്തിയായി നിലാവിൻ്റെ ധന്യരാവുക നമ്മൾ. കഥകളുടെ അതിജീവനത്തിന് ശേഷമുള്ള 1002-ാമത്തെ രാവിൽ ഷെഹ്സാദ്, നീ വിശ്രമിക്കാനേ തരമുള്ളൂ. ആ വിശ്രമത്തിൻ്റെ തുടർച്ച പോലെ അന്ന് പകൽ നീ ഉറങ്ങിക്കാണും. അനശ്വരതയുടെ സംഗീതം കേട്ടു കേട്ട്. നന്ദി.